ജനുവരി 7-ന് എറണാകുളത്തെ മുനമ്പത്ത് നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പുറപ്പെട്ട 70-അംഗം സംഘത്തെ അതുപോലെ തന്നെ തിരിച്ചയക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ഒരു സംഘം ആളുകൾ നിയമവിരുദ്ധമായി പുറപ്പെട്ട വിവരം അറിഞ്ഞിട്ടുണ്ടെന്നും അനധികൃതമായി രാജ്യത്തെത്തുന്ന ആരെയും തുടരാൻ അനുവദിക്കില്ലെന്നുമാണ് അവർ പറയുന്നത്. ഇവിടെ നാം ചില ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ട സമയമായി. എന്തിനായിരുന്നു അവിടുത്തെ ആഘോഷങ്ങൾ എന്നതായിരുന്നു. 2 ആഴ്ച മുമ്പ് ആളില്ലാത്ത നിലയിൽ കണ്ട ചില ബാഗുകളിൽ നിന്നാണ് മാധ്യമങ്ങളിൽ ദുരൂഹത നിറഞ്ഞ വാർത്തകൾ വന്നത്. മനുഷ്യക്കടത്ത് നടക്കുന്നു എന്നായിരുന്നു കൊണ്ടുപിടിച്ച പ്രചാരണം. ആ ബഹളങ്ങളാണ് ആരോരും അറിയാതെ ഓസ്ട്രേലിയയുടെ കരപിടിക്കാൻ പുറപ്പെട്ട കുറെ തമിഴ് വംശജരുടെ 2 ആഴ്ചത്തെ സാഹസിക ശ്രമങ്ങളെ വിഫലമാക്കിയിരിക്കുന്നത്. ഓസ്ട്രേലിയയിൽ കുടിയേറ്റ നിയമം വളരെ ലളിതമാണ്. പല ശ്രീലങ്കൻ തമിഴരും നേരത്തെ അവിടെ എത്തിയിട്ടുണ്ട്. വലിയ നൂലാമാലകളില്ലാതെ തങ്ങളുടെ ബന്ധുക്കളുള്ള ജീവിക്കാൻ വകയുള്ള ഒരു രാജ്യത്തെത്തുവാൻ സാഹസികമായ മാർഗം തേടുക മാത്രമായിരുന്നു അവർ. രാജ്യത്ത് നിന്ന് കോടാനുകോടികൾ അടിച്ചു മാറ്റിയ ശേഷം ലണ്ടനിലേക്കും മറ്റും രക്ഷപ്പെട്ടുപോയ വിജയ് മല്യയെ പോലുള്ളവരെ ആരാധിക്കുന്നവരാണ് അരക്ഷിതരായ ഒരു സമൂഹത്തെ ഗതികേടിന്റെ നടുക്കടലിൽ അനാഥരാക്കിയിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നുള്ള പ്രഭുവിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ 70ഓളം പേരുള്ള സംഘമാണ് മുനമ്പം മാലിയങ്കര ഹാർബറിൽ നിന്ന് ദയാമാത എന്ന ബോട്ടിൽ ജനുവരി 7-ന് ഓസ്ട്രേലിയയിലെ ക്രിസ്മസ് ദ്വീപ് ലക്ഷ്യമാക്കി പുറപ്പെട്ടത്. പ്രഭുവും സംഘത്തിനൊപ്പം പുറപ്പെടാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിലും പിന്നീട് പിന്മാറി. വടക്കേക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മാലിയങ്കരയിലെ ആളൊഴിഞ്ഞ പറമ്പിൽ ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളുമുള്ള 13 വലിയ ബാഗ് കണ്ടെത്തിയതാണ് കേസിന്റെ തുടക്കം. ബോട്ടിന് താങ്ങാവുന്ന ഭാരപരിധി കവിഞ്ഞതിനാൽ യാത്രാ സംഘത്തിന് ഉപേക്ഷിക്കേണ്ടി വന്ന ബാഗുകളായിരുന്നു അവ. തങ്ങൾ ചെയ്യുന്നത് രാജ്യദ്രോഹമൊന്നുമല്ലാത്തതിനാൽ വലിയ ശ്രദ്ധ അവർ ഇക്കാര്യത്തിൽ കൊടുക്കാതിരുന്നതാണ് സംഘത്തിന് വിനയായത്. കേസിൽ ഇതിനകം 3 പേരെ അറസ്റ്റ് ചെയ്തു. പ്രഭു, കോവളം സ്വദേശി അനിൽ, രവി, സനൂപ് എന്നിവരെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. വിശദമായ അന്വേഷണത്തിന് ശേഷം മാധ്യമങ്ങൾ ആഘോഷിച്ച മാതിരി മനുഷ്യക്കടത്താണ് നടന്നതെന്ന് സ്ഥിരീകരിക്കാനുള്ള ഒരു തെളിവും ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏറെക്കാലമായി ഇന്ത്യയിൽ കഴിയുന്ന ശ്രീലങ്കൻ വംശജർക്കും ഇന്ത്യൻ പൗരന്മാർക്കും അഭയാർത്ഥികളായി വിദേശത്തേക്ക് കുടിയേറാനുള്ള സഹായമാണ് പ്രതികൾ പണം വാങ്ങി ചെയ്തത്. ഇതാണ് അവർക്കുമേലുള്ള കുറ്റം. എമിഗ്രേഷൻ ആക്ട്, ഫോറിൻ റിക്രൂട്ടിംഗ് ആക്ട് എന്നീ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതായത് പണിയെടുത്ത് ജീവിക്കാൻ വേണ്ടി വിസയില്ലാതെ ഒരു കയറി പണ്ട് ഗൾഫിലേക്ക് പോയ നമ്മുടെ പഴയ തലമുറ ചെയ്ത അതേ കുറ്റം. നമ്മുടെ ആളുകൾ പണ്ട് പോയത് പണമുണ്ടാക്കി തിരികെ വരുമെന്ന നേരിയ പ്രതീക്ഷയോടാണെങ്കിൽ ശ്രീലങ്കൻ തമിഴർ പോയത് കുടുംബസമേതം ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ എന്ന വ്യത്യാസം മാത്രം. 70കളിൽ മാധ്യമങ്ങൾക്കിടയിലെ വാർത്ത നൽകൽ മത്സരം ഇത്ര കൂടുതൽ ഉണ്ടായിരുന്നുവെങ്കിൽ കേരളം ഗൾഫ് പണം കൊണ്ട് നിറയുകയില്ലായിരുന്നുവെന്ന് ചുരുക്കം. എന്തായാലും നമ്മുടെ നീതി വളരെ കൗതുകമുള്ളതാണ്. പശുവിനെ വാങ്ങാൻ 10,000 രൂപ കടമെടുത്തവന്റെ വീട് ജപ്തി ചെയ്ത് അവനെ തെരുവിലേക്ക് ഇറക്കി വിടുന്ന ബാങ്ക് തന്നെയാണ് വമ്പൻ മുതലാളിമാരുടെ 10,000-കണക്കിന് കോടികളുള്ള വായ്പ കിട്ടാക്കടമായി എഴുതി തള്ളുന്നത്. കോടീശ്വരന്മാർ ഭരണാധികാരികളുടെ ഒത്താശയോടെ കോടികൾ വെട്ടിച്ച് രാജ്യത്ത് നിന്ന് നൈസായി മുങ്ങുമ്പോൾ അവരുടെ 7 അയലത്ത് ചെല്ലാത്ത നമ്മുടെ അന്വേഷണാത്മക പത്രപ്രവർത്തനം കുടുംബത്തെ നെഞ്ചോട് ചേർത്ത ആയിരക്കണക്കിന് കടൽ ദൂരം ജീവൻ പണയം വെച്ച് താണ്ടുന്ന ഒറ്റ ദാരിദ്ര്യവാസിയെയും ജീവിതത്തിന്റെ മറുകര കാണാൻ സമ്മതിക്കില്ല എന്ന വാശിയാണ് പുലർത്തുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.